സോ നമസ്കാരം, നമ്മളിതാ ലൂപ്പ് സ്കേറ്റ് പാർക്കിലാണ്. ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഇറക്കിയായിരുന്നു ഹൗ ടു സ്കേറ്റ് ബോർഡ് ഇൻ മലയാളം. അതിന്റെ അടിയിൽ കുറെ താങ്ക് യും കുറെ പരിപാടി. അത് നമ്മൾ കൊറോണ സമയത്ത് വീട്ടിൽ ബോറടിച്ചിരുന്നൊക്കെ ഇറക്കിയതാണ്. പക്ഷേ ഹിറ്റാവെന്ന് വിചാരിച്ചില്ല, സംഭവം ഹിറ്റായി പോയി. അപ്പൊ നമ്മൾ എന്തായാലും സ്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ വി തോട്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ് വീഡിയോ ഷോയിങ് അവർ ഫസ്റ്റ് സ്കേറ്റ് പാർക്ക്. ഒരു 8 വർഷത്തിലേറെ ആയി ഫ്ലൈ സ്ക്വാഡ് സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്. നമ്മളൊരു ഓൾമോസ്റ്റ് 100-150 സ്കേറ്റേഴ്സ് ഉണ്ട് കൊച്ചിയിൽ. അതില്ല. ബാലൻസ് ചെയ്യാൻ അറിയോ?
അതുമില്ല. കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടോ? അതൊരു ഇച്ചിരി ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലൂപ്പ് സ്കേറ്റ് പാർക്കിലാണ് വിത്ത് ഫ്ലൈ സ്ക്വാഡ് കമ്മ്യൂണിറ്റി. ലൂപ്പ് സ്കേറ്റ് പാർക്ക് ഇപ്പൊ കൊച്ചിയിൽ ആദ്യത്തെ സ്കേറ്റ് പാർക്കാണ്. എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ സ്കേറ്റ് ബൗളാണ്. 2017 ഞാൻ സ്കേറ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. സ്കേറ്റ് ബോർഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ നമുക്കിത് മറ്റുള്ളവർക്ക് എത്തിക്കണമല്ലോ. അപ്പൊ നമ്മള് പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ അതൊരു അക്കാഡമി ആക്കി. അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി സ്കേറ്റ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത് 4 വയസ്സിലാണ്. ഏറ്റവും കൂടുതൽ സ്കേറ്റേഴ്സ് ഇന്ന് ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ്. ഓൾമോസ്റ്റ് 400+ സ്കേറ്റേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട്. സോ വി ഓൾ പ്രൗഡ്. അത്രയും ഒരു സ്കേറ്റേഴ്സ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ട് പോലും നമുക്ക് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിലില്ല. സോ അത് ഗവൺമെന്റ് കയ്യിൽ പ്രോപ്പറായിട്ട് എത്താന്നുണ്ടെങ്കിൽ ദേ ക്യാൻ റിയലി ഹെൽപ്പ് us. നമ്മള് ഒരു ചെറിയ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം കപ്പ കൾച്ചർ ഫെസ്റ്റിവലിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ ക്യൂറേറ്റർ ആണ് സ്കേറ്റ് ബോർഡിങ്ങിന്റെ. ഇത്രയും നല്ലൊരു സ്പേസും കാര്യങ്ങളും കിട്ടുന്നത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യം. നമുക്ക് നമ്മുടെ ഈ കൾച്ചറും കാര്യങ്ങളും ഒന്നും കൂടെ എല്ലാവരെയും കാണിക്കാൻ പറ്റും. We are always thankful to Rain Haider. പുള്ളിയുടെ വൈഫും ഷായും അവരൊക്കെ നമ്മുടെ ഈ ഒരു ഇത് നമ്മുടെ ഒരു ഡ്രീം ലാൻഡാണ്. അപ്പോൾ ആ ഒരു ഡ്രീം ലാൻഡ് നമുക്ക് ഉണ്ടാക്കി തരിക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹോം ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് റിസ്ക്. പക്ഷേ ആ റിസ്ക് ആരെങ്കിലും എടുക്കണമല്ലോ. All are thankful to them for having this amazing place for us. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വരും സ്കേറ്റ് ചെയ്യാനും, പിന്നെ പല ഇവന്റ്സ് ഇവിടെ വരാറുണ്ട്. So let me give you a quick tour to the skate park. So let's go. സ്കേറ്റ് പാർക്കിലേക്ക് എത്താനായിട്ട് നേരെ ഗൂഗിൾ തുറക്കുക. ഗൂഗിൾ എടുത്തിട്ട് ഈ ലൂപ്പ് സ്കേറ്റ് പാർക്ക് അടിക്കുക ആൻഡ് യു വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ. സോ ലെറ്റ് us start. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട് ശ്രീകുമാർ, ഫ്ലൈ സ്ക്വാഡിന്റെ ഒക്കെ മെയിൻ മച്ചാൻ. അപ്പോൾ പുള്ളി വന്നിട്ട് നമുക്ക് ഈ സ്കേറ്റ് പാർക്കിനെ പറ്റി ഒരു ഡയമെൻഷൻ ചോദിക്കാം. സോ ഹായ് പറ. സ്കേറ്റ് പാർക്കിനെ പറ്റിയല്ലേ? സ്കേറ്റ് പാർക്ക് നമ്മളിപ്പോ എത്ര നാളായി സ്കേറ്റ് പാർക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു ആഗ്രഹത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട്? 7 വർഷത്തിന്റെ പുറകെ നമ്മൾ സ്കേറ്റ് പാർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഒരു 7 വർഷത്തിന് ശേഷം കിട്ടിയ ഒരു സ്ഥലമാണ്. ഇപ്പൊ ഈ പണിയെടുക്കാൻ നേരത്ത് ഇവരും ടീമും വി ബിൽഡ് സ്കേറ്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു കെവിൻ എന്ന് പറഞ്ഞൊരു ബാംഗ്ലൂരിലുള്ള മച്ചാൻ നടത്തുന്ന ഒരു ടീമാണ് ഇത് ബിൽഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇവരൊക്കെ ആ സമയത്ത് പണിയെടുത്ത ആൾക്കാരാണ്. സോ ലെറ്റ് ദം ടോക്ക്. ഇത് എനിക്കൊന്ന് ഇന്ത്യയിലെ തന്നെ 3 ബൗളാണ്. 3 പാർട്ടായിട്ടുള്ളതാണ് 3 ബൗൾ. ഓക്കെ, ഇതില് ഇപ്പൊ പല നോക്കി അറിയാം. ചില സ്ഥലത്ത് പൊങ്ങിയിട്ടുണ്ട്, ചില സ്ഥലത്ത് താഴ്ന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതാണ് ഏറ്റവും ടോപ്പ് ഹൈറ്റ് വരുന്നത്. നമ്മൾ ഡ്രോപ്പിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഡ്രോപ്പിങ് ചെയ്യാം. പക്ഷേ ഏറ്റവും ഹൈറ്റ് ഇതാണ്. 8 ഫീറ്റാണ് ഇത് ഹൈറ്റ് വരുന്നത്. പിന്നെ ഏറ്റവും കുറവ് ഹൈറ്റ് വരുന്നത് 4 ഫീറ്റ്. നമുക്കൊരു വാട്ടർഫോൾ ഉണ്ട്. അവിടെ നിന്ന് വന്ന് സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോവാം. അത് 6 ഫീറ്റ് വരും ആ ഒരു ഹൈറ്റ്. ഇതാണ് ഇവിടുത്തെ ബൗൾ സീൻ. പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയാൽ അവിടെ വോൾ റൈഡ് ഉണ്ട്. അതായത് നേരെ കയറി കർവ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ പിക്നിക് ടേബിൾ ഉണ്ട്. പിക്നിക് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കേറ്റ് ചെയ്യുമ്പോൾ ഗ്രൈൻഡ് ചെയ്യാനും അതിൻ്റെ പക്കത്തൂടെ ചാടിച്ച് കയറുന്നു, അങ്ങനെ കുറേ ട്രിക്സൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കേറ്റ് പാർക്കാണ്.
ബിൽഡ് ചെയ്യാൻ സഹായിച്ച നമ്മളെ റേസ് പ്രോ, പിന്നെ വി ബിൽഡ്, ഫ്ലൈ സ്കോട്ട് എല്ലാവർക്കും